നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. തിരിച്ചടിച്ച് ഇന്ത്യ. 2 സൈനികരെ കൊലപ്പെടുത്തുകയും മൃതദേഹം വികൃതമാക്കുകയും ചെയ്ത പാക് നടപടിക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. പാക് നടപടി നിന്ദ്യവും മനുഷ്യത്വരഹിതവും. 2 സൈനികരുടെ വീരമൃത്യു വെറുതെ ആകില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും വിശദീകരണം. വിഷയത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് കരസേനാ മേധാവി. അതിനിടെ കൃഷ്ണഘാട്ടി നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 7 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആക്രമണ സാധ്യതയുള്ള മേഖലയിൽ സൈനിക വിന്യാസവും പട്രോളിംഗും ശക്തം. സമരം തുടർന്ന് ഒരു വിഭാഗം. ഡ്യൂട്ടി സമയത്തിലെ പുതിയ ക്രമീകരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടർന്ന് KSRTCയിലെ ഒരു വിഭാഗം മെക്കാനിക്കൽ ജീവനക്കാർ. സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ അംഗീകരിക്കില്ലെന്ന് ജീവനക്കാർ. പുതിയ ഷിഫ്റ്റ് സമ്പ്രദായത്തോടും വിയോജിപ്പ്. ഡ്യൂട്ടി പാറ്റേണിലെ മാറ്റം സംബന്ധിച്ച സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കാൻ തുടങ്ങിയെന്ന് തോമസ് ചാണ്ടി. തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടിയെടുക്കും. 48 മണിക്കൂറിലധികം ആരെയും തുടർച്ചയായി ജോലി ചെയ്യിക്കില്ല. ജീവനക്കാരുടെ ആവശ്യമനുസരിച്ച് പ്രത്യേക ഷിഫ്റ്റ് നടപ്പാക്കുമെന്നും സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നിർത്തലാക്കില്ലെന്നും ഗതാഗത മന്ത്രി. പ്രണയം കടന്ന് പരിണയം. പ്രോട്ടോകോൾ കടന്ന പ്രണയകഥയിൽ നായക കഥാപാത്രങ്ങളായി MLA ശബരിനാഥും തിരുവനന്തപുരം സബ് കളക്ടർ ദിവ്യ S. അയ്യരും. തലസ്ഥാനത്ത് മുട്ടിട്ട പ്രണയത്തിന് വൈകാതെ വിവാഹ സാഫല്യമെന്ന് വെളിപ്പെടുത്തി അരുവിക്കര MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയും സ്പീക്കറുമായിരുന്ന G. കാർത്തികേയന്റെ പുത്രൻ ശബരിനാഥ് രാഷ്ട്രീയത്തിലെത്തിയത് അച്ഛന്റെ മരണത്തെ തുടർന്ന് തികച്ചും യാദൃച്ഛികമായി. എഞ്ചിനീയറിംഗ് MBA ബിരുദധാരി ശബരിനാഥ് 2015 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയത് ടാറ്റ ഗ്രൂപ്പിലെ ജോലി രാജിവെച്ച്. MBBS ബിരുദധാരിയായ ദിവ്യ വിവാഹ വാർത്തയിലൂടെ വീണ്ടും താരത്തിളക്കം നേടുന്നത് ഗായികയായും ഹ്രസ്വചിത്ര താരമായും നേരത്തെ ശ്രദ്ധേയയായ ശേഷം. ആശയങ്ങളിലും ഇഷ്ടങ്ങളിലും പരസ്പരം തിരിച്ചറിഞ്ഞ സമാനതകളാണ് തങ്ങളെ അടുപ്പിച്ചതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ശബരിനാഥ്. വിജിലൻസിന് അന്ത്യശാസനം. കെ മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ വിജിലൻസിന് അന്ത്യശാസനം നൽകി കോടതി. അന്തിമ റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശം. സമയപരിധി നീട്ടിയത് തെളിവുകളടങ്ങുന്ന CD അഹമ്മദാബാദിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കുന്നതിനാൽ കൂടുതൽ സമയം വേണമെന്ന വിജിലൻസ് ആവശ്യം കണക്കിലെടുത്ത്. അതിനിടെ IHRD ക്രമക്കേടിൽ വിജിലൻസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. റിപ്പോർട്ട് വൈകുന്നത് എന്തെന്ന് ചോദ്യം. 7 ദിവസത്തിനകം ദ്രുതപരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. ക്രമക്കേടിൽ അന്വേഷണം നടക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാം ഉൾപ്പെടെയുള്ളവർക്കെതിരെ. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ. പവൻ 21,840 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.